ഒരു മുസ്ലിം പ്രസംഗിക്കല്ലോ, നമ്മൾ മരിക്കുന്ന നേരത്തെ സിയം സിയം എന്ന് പറഞ്ഞു മരിക്കണം, അങ്ങനെയാണ് വൈലത്തൂർ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരും പറഞ്ഞ അവസാനം അവസാനം പറയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണമെന്നാണ്. അത് പറഞ്ഞിട്ട് ഇങ്ങനെ സിയം സിയം എന്ന് പറയണമെന്നാണ്. ഇനി എന്താണ് ബാക്കിയുള്ളത്? എന്തേ ഞാൻ സംസാരിച്ചത് മൗലവി മുഴുവൻ കേൾക്കണം. അള്ളാഹുവിനെ പറയല്ലേ, ഉടനെ തന്നെ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, പിന്നെ അവിടുന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം സിന്ദി പറയുന്നത് കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാന വാക്കായാൽ സ്വർഗത്തിൽ പിന്നെ നരകമില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്നാണ് ഫതുഹുൽ മുഈൻ ഇതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിനെ വിശദീകരിച്ച് ഇമാം സിന്ദി എഴുതിയത് കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല, അല്ലാഹ് എന്ന വാക്കായിരുന്നാലും അതിന്റെ ഹുക്ം അങ്ങനെ തന്നെയാണ്. എന്റെ ക്ലിപ്പുകൾ അപ്പുറം ഇപ്പുറം മുറിച്ചുകൊണ്ട് പറയുന്ന ആളുകളുണ്ട്. സഹോദരാ, അള്ളാഹിനെ പേടിയുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ ഇതൊക്കെ തീരുമാനിക്കപ്പെടും. ആ തീരുമാനിക്കപ്പെടുന്ന മുമ്പ് ഈ തെറ്റ് തിരുത്താൻ തയ്യാറാവണം. ഞാനത് പറഞ്ഞിട്ടില്ല, മറിയം സിയം എന്ന് പറഞ്ഞിട്ട് മരിക്കണമെന്നാണ് അത്രേ നിയമമുള്ളത്. അങ്ങനെ ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. ഈ ഉള്ളവനാണ് ആ വിഷയത്തിൽ ആദ്യം സംസാരിച്ചവനെന്നാണ് എനിക്ക് ഓർമ്മയുള്ളത്. അല്ലാത്തവരുണ്ടായേക്കാം. എന്തേ ഞാൻ സംസാരിച്ചത് മൗലവി മുഴുവൻ കേൾക്കണം. എൻ്റെ ക്ലിപ്പുകൾ അപ്പുറം ഇപ്പുറം മുറിച്ചുകൊണ്ട് പറയുന്ന ആളുകളുണ്ട്. സഹോദരാ, അള്ളാഹിനെ പേടിയുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ ഇതൊക്കെ തീരുമാനിക്കപ്പെടും. ഞാനത് പറഞ്ഞിട്ടില്ല, മറിച്ച് അവിടുത്തെ മകനായ ജലാലുദ്ദീൻ ജീലാനിയോട് ഞാൻ ചോദിച്ചു. ജലാലുദ്ദീൻ ജീലാനി നല്ലൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഉപ്പായുടെ അവസ്ഥ എന്തുണ്ടായിരുന്നു മോനെ, ലാസ്റ്റ് അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. എന്താ പറഞ്ഞത്? ഉപ്പ മരിക്കുന്നതിന് മുമ്പ് പല സംഭവങ്ങൾ ഉണ്ടായത് പറഞ്ഞിട്ട് പറഞ്ഞു. ഉപ്പ പറഞ്ഞു സിയം 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 എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹ് 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 ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ പ്രസംഗിച്ചത്. അതിൽ നിന്ന് അല്ലാഹ് ഭാഗം കട്ട് ചെയ്തിട്ട് അവസാനം സിയം 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 എന്ന് പറഞ്ഞ് മരിച്ചു എന്നും അങ്ങനെയാണ് ഒരാൾ മരിക്കേണ്ടതെന്നും ഞാൻ പ്രസംഗിച്ചു എന്നും എൻ്റെ എതിരിൽ പലതും പറയുകയുണ്ടായി. അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഈ മൗലവി പറയുന്നു സിയം എന്ന് പറഞ്ഞ് മരിക്കണമെന്നാണ് അത്രേ നിയമം. എവിടേക്ക് എത്തി കാലം? അയാൾ പറയാം, എവിടുത്തെ എത്തിയ കാലം അന്നെപ്പോലുള്ള സമൂഹത്തിന് വിഭാഗത്തിന് ഈ സമൂഹം കാണേണ്ടി വന്ന കാലത്തേക്കെത്തി. അതാണ് കാലത്തിന്റെ മുസീബത്ത്. നിന്നെപ്പോലുള്ളവന്റെ തല ഈ ദുന്യാവിൽ വീണത് മുതൽ അപകടം തുടങ്ങി. അതല്ലാതെ എന്ത് പറയാൻ? ഞാൻ പറയട്ടെ മൗലവി, സഹീൽ ബുഖാരി ഒരാൾ വായിക്കട്ടെ. വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ സനദ് എന്ന് പറയുന്ന സഹീൽ ബുഖാരിയുടെ റിപ്പോർട്ടർ, അതാണല്ലോ അതിന്റെ സനദ്. റിജാലിന്റെ ഒരു മനുഷ്യന്റെ പേര് വായിക്കുമ്പോ മരിച്ചാൽ നിനക്കെന്ത് പറയാനുണ്ട്? ബദരീങ്ങളെ പേര് ചെല്ലുമ്പോൾ ഒരാൾ മരിച്ചാൽ നിനക്കെന്ത് പറയാനുണ്ട്? വേണ്ട, ഹുസൈൻ മടവൂരിന്റെ പേര് പറയുമ്പോൾ മരിച്ചുപോയ ഒരാള് നിനക്കെന്ത് പറയാനുണ്ട്? മുർത്തദ്ദായി എന്ന് പറയാൻ നീ തയ്യാറാണോ? ഞാൻ ഏത് രേഖന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഞാൻ ചോദിക്കും. നാടൻ വർത്താനം പറയുമ്പോ ഒരാൾ വീണ് മരിച്ചു, അയാൾക്ക് വല്ല കേടുണ്ടോ? വാള് പറയുമ്പോ ഒരാൾ വീണ് മരിച്ചു, അതിനങ്ങ് കുറ്റം പറയാറുണ്ടോ? ആ സ്ഥാനത്തൊരു മഹാന്റെ പേര് പറഞ്ഞു മരിച്ചാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ സ്ഥാനത്ത് നിന്നില്ലെങ്കിലും ഒരു മഹാന്റെ പേര് പറയാൻ കഴിഞ്ഞു എന്നൊരു നല്ല സ്ഥാനമല്ലേ അത്? ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ സ്ഥാനം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് കുഫ്റാണ്, ശിർക്കാണെന്ന് പറഞ്ഞ നിന്റെ തലയിൽ എന്താണ് നീ വെച്ച് കെട്ടിയത്? അള്ളാന്റെ ദീനോ അതല്ല കള്ള തൗഹീദോ?